ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. IVF-ൽ അല്ലെങ്കിൽ നോർമലായി β-HCG പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആ ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ ആ ആളുകളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരും തന്നെ വളരെ ഹാപ്പി ആയിരിക്കും. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ അവരുടെ മനസ്സിൽ കാണും. β-HCG പോസിറ്റീവ് ആയി ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം? മെഡിസിൻസ് എത്ര നാൾ ഇനിയും കണ്ടിന്യൂ ചെയ്യണം? ടോട്ടൽ ബെഡ് റെസ്റ്റ് ചെയ്യണോ അതോ കുറച്ചൊക്കെ ജോലി ചെയ്യാമോ? എന്തൊക്കെ ജോലികളാണ് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഓഫീസിൽ വർക്ക് കണ്ടിന്യൂ ചെയ്യാമോ? എപ്പോഴാണ് ഫസ്റ്റ് അൾട്രാസൗണ്ട് നടത്തേണ്ടത്? ട്വിൻസ് ആണോ സിംഗിൾ പ്രഗ്നൻസി ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്? എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോർമൽ പ്രഗ്നൻസിയെ പോലെ തന്നെയാണോ IVF പ്രഗ്നൻസിയും? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കെയർ എടുക്കേണ്ടതുണ്ടോ? അതുപോലെ തന്നെ IVF പ്രഗ്നൻസിയിലെ വീക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? IVF പ്രഗ്നൻസിയുടെയും നോർമൽ പ്രഗ്നൻസിയുടെയും ഒക്കെ ആദ്യത്തെ 3 മാസത്തെ ജേർണി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് 3 months, അതായത് ആദ്യത്തെ ട്രൈമസ്റ്ററിൽ എന്തൊക്കെ പ്രിക്വേഷൻസ് എടുക്കണം, എന്തൊക്കെ സ്പെഷ്യൽ കെയർ ചെയ്യണം, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അൾട്രാസൗണ്ട് എപ്പോഴാണ് എടുക്കേണ്ടത്, എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ സ്പെഷ്യൽ കണ്ടീഷൻസിനാണ് അൾട്രാസൗണ്ട് പിന്നെയും എടുക്കേണ്ടി വരുന്നത്, സയൻസും സിംറ്റംസും ഒക്കെ എന്താണ്, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കണ്ടു നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. β-HCG ടെസ്റ്റിന്റെ റിസൾട്ട് പോസിറ്റീവ് വന്നതിന് ശേഷം ഒരു 48 മണിക്കൂർ വീണ്ടും β-HCG ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധാരണയായിട്ട് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഐഡിയലി 48 മണിക്കൂറിൽ β-HCGയുടെ വാല്യൂ ഡബിൾ ആകണം. ഡബിൾ ആയില്ലെങ്കിലും ഒരു 66% റൈസ് ഉണ്ടായിരിക്കണം. എംബ്രിയോ ഗ്രോത്തിന്റെ ഒരു പോസിറ്റീവ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഒരു പക്ഷേ പ്രഗ്നൻസി കറക്റ്റായിട്ട് ഗ്രോ ആകുന്നില്ല എങ്കിലോ എക്ടോപിക് പ്രഗ്നൻസി ആണെങ്കിലോ അങ്ങനത്തെ കേസസിൽ β-HCG ഡബിൾ ആകില്ല. β-HCGയുടെ ലെവൽ ഒരുപാട് ഹൈ ആണെങ്കിൽ അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അൾട്രാസൗണ്ടിൽ നമ്പർ ഓഫ് ജസ്റ്റേഷണൽ സാക്കും അതിന്റെ ലൊക്കേഷനുമാണ് നോക്കുന്നത്. അതായത് നിങ്ങളുടെ എത്ര എംബ്രിയോ ആണ് ഇംപ്ലാന്റ് ആയതെന്ന്, ഒരു എംബ്രിയോ ആണോ 2 ആണോ എന്നൊക്കെ ആ അൾട്രാസൗണ്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ പ്രഗ്നൻസി എക്ടോപിക് ആണോ യൂട്രസിലാണോ എന്നും ആ അൾട്രാസൗണ്ടിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കാർഡിയാക് ആക്ടിവിറ്റി നോക്കാനായിട്ട് സാധാരണയായി സ്കാൻ 6 വീക്സിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് IVF പ്രഗ്നൻസിയിൽ വീക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് തൊട്ട് 14 ദിവസം പ്ലസ് ചെയ്യും. അതായത് എംബ്രിയോ ട്രാൻസ്ഫർ ഡേ പ്ലസ് 2 വീക്സ്. നിങ്ങളുടെ പ്രഗ്നൻസി ടെസ്റ്റ് എംബ്രിയോ ട്രാൻസ്ഫറിന്റെ ഡേ കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞാണ് പോസിറ്റീവ് ആയതെങ്കിൽ നിങ്ങൾ 4 ആഴ്ച പ്രഗ്നന്റ് ആണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. നോർമലി സ്പോണ്ടേനിയസ് കൺസെപ്ഷനിൽ ഒരു പ്രാവശ്യം കാർഡിയാക് ആക്ടിവിറ്റി വന്നതിന് ശേഷം നേരെ 12 ആഴ്ചയിലെ NT സ്കാൻ അല്ലെങ്കിൽ ലെവൽ 1 സ്കാൻ ആണ് ചെയ്തു നോക്കുന്നത്. പക്ഷേ IVF-ൽ 6 വീക്സിലെ സ്കാൻ കഴിഞ്ഞിട്ട് ചിലവർക്കൊക്കെ 8 വീക്സിലും സ്കാൻ ചെയ്ത് നോക്കാറുണ്ട്. പ്രഗ്നൻസിയിൽ ഗ്രോത്ത് ഒക്കെ കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, കാർഡിയാക് ആക്ടിവിറ്റി എല്ലാം കറക്റ്റ് ആണോ, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടോ, ഇനിയും മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും
പാരാമീറ്റേഴ്സും കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. NT സ്കാൻ അല്ലെങ്കിൽ ലെവൽ 1 സ്കാൻ 12 വീക്സ് അറൗണ്ട് ആണ് ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്കാൻ തന്നെയാണ്. ഈ സ്കാൻ ഒരു ട്രെയിൻഡ് സോണോഗ്രാഫർ ആണ് ചെയ്യുന്നത്. ഈ ഒരു സോണോഗ്രാഫർ FMF സർട്ടിഫൈഡ് ആയിരിക്കണം. ഈ ഒരു സ്കാനിങ്ങിൽ മെയിൻലി NT അതായത് ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി ആണ് നോക്കുന്നത്. ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി എന്ന് പറഞ്ഞാൽ നെക്ക് ഫോൾഡിലുള്ള ഫ്ലൂയിഡ് കളക്ഷൻ ആണ്. ഇത് ക്രോമോസോമൽ അബ്നോർമാലിറ്റി ഉള്ള കേസിലാണ് കാണപ്പെടുന്നത്. ഇതല്ലാതെ നേസൽ ബോണിന്റെ പ്രസൻസ് നോക്കും. പിന്നെയും കുറെ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യും. 12 വീക്ക് സ്കാനിങ്ങിന്റെ കൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്ലഡ് ടെസ്റ്റും ഉണ്ട്. അപ്പോൾ അതാണ് ഡ്യുവൽ മാർക്കർ ടെസ്റ്റ്. ഡ്യുവൽ മാർക്കർ പ്ലസ് NT സ്കാനിന്റെ സെൻസിറ്റിവിറ്റി 90%. അതായത് രണ്ടിന്റെയും റിസൾട്ട് വെച്ച് ക്രോമോസോമൽ അബ്നോർമാലിറ്റി, ഓട്ടിസം പോലത്തെ ഇഷ്യൂസ് 90% റൂൾ ഔട്ട് ചെയ്യാവുന്നതാണ്. NT സ്കാൻ വാല്യൂ ഹയർ ആണെങ്കിലോ നേസൽ ബോൺ ആബ്സെന്റ് ആണെങ്കിലോ ഡ്യുവൽ മാർക്കർ ടെസ്റ്റിൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിലോ അങ്ങനത്തെ പേഷ്യൻസിനെ ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. പിന്നെ അതിൽ കുറച്ച് ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കി നമുക്ക് ക്രോമോസോമൽ അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലിനിക്കൽ വിസിറ്റിന്റെ കാര്യങ്ങൾ. ഇനിയും ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. IVF പ്രഗ്നൻസിയും നോർമൽ പ്രഗ്നൻസിയും ഒരുപോലെ തന്നെയാണ്. പക്ഷേ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾക്ക് സപ്പോർട്ടീവ് മെഡിസിൻസ് ഉണ്ടാകും. അപ്പോൾ ചില കേസസിലൊക്കെ ആ സപ്പോർട്ടീവ് മെഡിസിൻസ് പിന്നീട് മുൻപോട്ടും കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഹോർമോണൽ മെഡിസിൻസ് കാരണം ചിലവർക്ക് പ്രഗ്നൻസി സിംറ്റംസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ കോമൺ സിംറ്റംസ് ആണ് നോസിയയും വോമിറ്റിങ്ങും ക്രാമ്പിംഗ്, ബ്ലോട്ടിംഗ്, കോൺസ്റ്റിപ്പേഷൻ, ഫറ്റീഗ്, ബാക്ക് ഏക്ക്, ലോവർ അബ്ഡോമിനൽ പെയിൻ ഇതൊക്കെ. അപ്പോൾ നോസിയയും വോമിറ്റിങ്ങും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ഫ്രീക്വൻറ്റ് മീൽസ് എടുക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ആഹാരത്തിൽ ഒരുപാട് സ്പൈസി ഫുഡ്, ഓയിലി ഫുഡ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ചായയും കോഫിയും ഒക്കെ കുടിക്കുന്നത് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. 2 കപ്പ് ടീ അല്ലെങ്കിൽ കോഫി വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ ഒട്ടും തന്നെ കുടിക്കാൻ പാടില്ല. കാരണം അധികം കഫെയിൻ പ്രഗ്നൻസിയിൽ അത്ര നല്ലതല്ല. ഈ പറഞ്ഞ സിംറ്റംസിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അധികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി സേഫ് മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് ഓറൽ മെഡിസിൻ സേഫ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. ഇനി ഓറൽ മെഡിസിൻ കൊണ്ട് സിംറ്റം ശരിയായില്ല എങ്കിൽ അപ്പോൾ ഇൻജെക്റ്റബിൾ ഫോമിലും മെഡിസിൻസ് എടുക്കാവുന്നതാണ്. പക്ഷേ ചില കണ്ടീഷൻസിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടതായിട്ടും വരാറുണ്ട്. ഹൈപ്പറെമസിസ് ഗ്രാവിഡാരം എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം. നിങ്ങൾക്ക് ഒന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം പോലും കുടിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഡ്രിപ്പ് ഇടേണ്ടതായിട്ട് വരും. ഒരുപാട് വോമിറ്റിംഗ് കുഞ്ഞിനും അമ്മയ്ക്കും നല്ലതല്ല. അപ്പോൾ ഒരുപാട് വോമിറ്റിംഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ബാക്ക് ഏക്കിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അമിതമായിട്ട് റെസ്റ്റ് ചെയ്തിട്ടാണോ അതോ പോസ്റ്റർ ശരിയല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പോസ്റ്ററൽ കറക്ഷൻ, ലൈറ്റ് എക്സസൈസ്, സിമ്പിൾ മെഡിസിൻ ഒക്കെ കൊണ്ട് ബാക്ക് ഏക്ക് ഇഷ്യൂവിന് ആശ്വാസം ലഭിക്കും. ചിലപ്പോൾ ബ്ലീഡിങ്ങും ചിലവർക്ക് കാണാറുണ്ട്. ഇതൊരു നോർമൽ സിംറ്റം അല്ല. ബ്ലീഡിങ്ങിന്റെ കാരണം ബ്ലഡ് തിന്നറും ആകാം. അപ്പോൾ നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ട് എങ്കിൽ ചിലപ്പോൾ ബ്ലഡ് തിന്നർ സ്റ്റോപ്പ് ചെയ്യും. ത്രെറ്റൻഡ് അബോർഷന്റെ കേസസിലും ബ്ലീഡിംഗ് ഉണ്ടാകാറുണ്ട്. അതായത് മിസ്കാരേജ് ആകാൻ പോകുവാണെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മിസ്ഡ് അബോർഷൻ ആയെങ്കിലും ബ്ലീഡിംഗ് കാണാറുണ്ട്. സബ് കൊറിയോണിക് ഹെമറ്റോമയുടെ കേസസിലും ബ്ലീഡിംഗ് ഉണ്ടാകാം. അതായത് കുഞ്ഞു കിടക്കുന്നതിന്റെ ചുറ്റിനും ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാകാം. അപ്പോൾ ചിലവർക്ക് ബ്ലീഡിംഗ് ഉണ്ടാകാറുണ്ട്. എക്ടോപിക് പ്രഗ്നൻസിയിലും ബ്ലീഡിംഗ് ഉണ്ടാകാം. അതായത് പ്രഗ്നൻസി യൂട്രസിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇംപ്ലാന്റ് ആയാൽ അപ്പോഴും ബ്ലീഡിംഗ് കണ്ടുവരാറുണ്ട്. ചില കണ്ടീഷൻസിൽ അതായത് ഹെട്രോട്രോപിക് പ്രഗ്നൻസിയിൽ ഒരു കുഞ്ഞ് യൂട്രസിലായിരിക്കും, പക്ഷെ അടുത്ത കുഞ്ഞ് ട്യൂബിലോ വേറെ എവിടെയെങ്കിലുമോ ആയിരിക്കും. അത് ഏർലി പ്രഗ്നൻസിയിൽ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് റൂൾ ഔട്ട് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇത് വളരെ റെയർ ആണ്, പക്ഷേ ഈ ഒരു പോസിബിലിറ്റിയും ഉണ്ട്. ബ്ലീഡിംഗ് ഉണ്ടായാൽ എന്തായാലും ഉടനെ ഡോക്ടറെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഡോക്ടർ പറഞ്ഞ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യേണ്ടതുമാണ്. ഡോക്ടർ ചിലപ്പോൾ മെഡിസിൻസ് എടുക്കാൻ പറയും. ഒരു അൾട്രാസൗണ്ട് എടുത്തു നോക്കും. ആവശ്യമെങ്കിൽ അഡ്മിറ്റ് ആകാനും അഡ്വൈസ് ചെയ്യും. അൾട്രാസൗണ്ടിൽ കുഞ്ഞിൻ്റെ കാർഡിയാക് ആക്ടിവിറ്റി നോർമൽ ആണോ എന്ന് നോക്കും. ബ്ലഡ് കളക്ഷൻ ഉണ്ടോ എന്ന് നോക്കും. എംബ്രിയോയുടെ ലൊക്കേഷൻ ശരിയാണോ എന്ന് നോക്കും. സിംഗിൾ പ്രഗ്നൻസി ആണോ ട്വിൻ പ്രഗ്നൻസി ആണോ എന്ന് നോക്കും. സെർവിക്സ് ഓപ്പൺ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അൾട്രാസൗണ്ടിൻ്റെ ഫൈൻഡിങ്സിൻ്റെ അക്കോർഡിംഗ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസൈഡ് ചെയ്യും. പിന്നെ ചിലപ്പോഴൊക്കെ ബ്രസ്റ്റ് ടെൻഡർനെസ്സും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് ടെൻഡർനെസ് ബ്രസ്റ്റിലെ ചേഞ്ചസും ഡെവലപ്മെൻറ്റും കൊണ്ടാണ് ഉണ്ടാകുന്നത്. അത് പോസ്റ്റ് പ്രഗ്നൻസി ലാക്ടേഷന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ കൂടിയതായിട്ട് ഫീൽ ചെയ്യും. കാരണം പെൽവിക് ഏരിയയുടെ ബ്ലഡ് ഫ്ലോ പ്രഗ്നൻസിയിൽ ഇൻക്രീസ് ആകും. പക്ഷേ ഫ്രീക്വൻസിയുടെ കൂടെ തന്നെ പെയിനും പുകച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ കാരണമാകാം. അപ്പോൾ ഒരു പ്രോപ്പർ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. ഇനി ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അതായത് ആദ്യത്തെ 3 മാസത്തിൽ എന്തൊക്കെ പ്രിക്വേഷൻസ്
കെയർ ഒക്കെയാണ് എടുക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ടോട്ടൽ ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റുട്ടീൻ വർക്ക് എല്ലാം തന്നെ ചെയ്യാവുന്നതാണ്. IVF പ്രഗ്നൻസി നോർമൽ പ്രഗ്നൻസി പോലെ തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും അസോസിയേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലോ, അതായത് സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ അൾട്രാസൗണ്ടിൽ ബ്ലീഡിംഗ് കളക്ഷൻ ഉണ്ടെങ്കിലോ ഒക്കെ റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. എക്സേർഷൻസ് അത് ഫിസിക്കൽ ആയാലും മെന്റൽ ആയാലും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഹെവി വെയിറ്റ് എടുക്കുന്നത് തീർത്തും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഒരുപാട് നേരം നിൽക്കുന്നതും ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതും ഒക്കെ അവോയ്ഡ് ചെയ്യുക. അൺനെസസറിലി ഉള്ള യാത്ര നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ചുമ ജലദോഷം ഒക്കെയുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് മാത്രം നിൽക്കുക. ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസസിൽ പോകാതിരിക്കുക. വെളിയിലത്തെ ഫുഡ് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ എല്ലാ ഫുഡും സേഫ്ലി കഴിക്കാവുന്നതാണ്. അതിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. നോൺ വെജ് നിങ്ങൾ കഴിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അത് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്ത് മാത്രം കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യവും നിങ്ങൾ ഈ ഒരു ടൈമിൽ ചെയ്യരുത്. സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരിൽ നിന്ന് അല്പം ഗ്യാപ്പ് ഇട്ട് മാത്രം നിൽക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ പാസീവ് സ്മോക്കേഴ്സ് ആകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും നല്ലതല്ല. അബ്നോർമൽ സിംറ്റംസ് ഉണ്ടായാൽ, അതായത് സ്പോട്ടിംഗ്, ബ്ലീഡിംഗ്, എക്സസീവ് വോമിറ്റിംഗ് ഒക്കെ വന്നാൽ എമർജൻസി ആയിട്ട് ഡോക്ടറെ കോൺടാക്ട് ചെയ്യുക. ഡോക്ടർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. വീട്ടിൽ തന്നെ ശരിയാകും എന്നോർത്ത് വീട്ടിൽ ഇരിക്കരുത്. അത് നിങ്ങൾക്ക് കൂടുതൽ അപകടം ഉണ്ടാക്കാൻ കാരണമാകും. എപ്പോഴും മനസ്സ് ഹാപ്പി ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ തന്നെ മുന്നോട്ട് പോവുക. മെന്റൽ വെൽബീയിങ്ങും ഫിസിക്കൽ വെൽബീയിങ്ങും കറക്റ്റായിട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ഫേസ്, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന് കിട്ടിയ ഈ ഒരു ഫേസ് മാക്സിമം നിങ്ങൾ ഹാപ്പി ആയിട്ട്, ടെൻഷൻ ഫ്രീ ആയിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.